വളരെ ആശങ്കാജനകമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. 5 മണിക്കൂർ കഴിഞ്ഞു ഒരു ശുചീകരണ തൊഴിലാളിയെ കാണാതായിട്ട്. തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ സമ്പൂർണ്ണമായുള്ള ഒരു പരാജയമാണ് ഇവിടെ ഈ ഒരു ദുരന്തത്തിലേക്ക് തിരുവനന്തപുരത്തെ തള്ളിവിടുന്നത്. ഇപ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്നും ഈ ഓടകളിലൂടെ ഒഴുകി വരുന്ന മാലിന്യം ഇവിടെ വന്ന് റെയിൽവേ വെച്ചിരിക്കുന്ന നെറ്റിൽ തട്ടി അടിഞ്ഞിരിക്കുകയാണ്. കാരണം ഇതൊക്കെ അതാത് സ്ഥലങ്ങളിൽ തന്നെ കൃത്യമായിട്ട് നിർമ്മാർജ്ജനം ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള ആശുപത്രിയിൽ നിന്നും ഒഴുക്കിവിടുന്ന മാലിന്യങ്ങൾ ഇപ്പം മുറിച്ചു മാറ്റപ്പെട്ട ശരീരത്തിൻ്റെ അവയവങ്ങൾ, കാൽപാദങ്ങൾ ഉൾപ്പെടെ ഈ ഓടകളിലൂടെ ഒഴുകി വരുന്നുവെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ രോഗികൾ ഉപയോഗിച്ചിട്ട് വലിച്ചെറിഞ്ഞ കിടക്കകൾ, ഇതൊക്കെ അതാത് സ്ഥലങ്ങളിൽ തന്നെ ഒന്നുകിൽ ഇത് വലിച്ചെറിയാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം, അല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. ഓരോ വർഷവും 100 കണക്കിന് കോടി രൂപയാണ് ഇതിൻ്റെ പേരിൽ തട്ടിയെടുക്കുന്നത്, ഇല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ചെലവഴിക്കുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓരോ മഴയും വന്ന് കൊടുമ്പിരി കൊള്ളുമ്പോഴേക്കും ഓടയുള്ള മാലിന്യം JCB ഉപയോഗിച്ച് കോരി ഓടയുടെ കരയിൽ വയ്ക്കും. അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ മാലിന്യം തന്നെ ഒഴുകി ഓടയിലേക്ക് വീഴും. ഇതിൻ്റെ പേര് 100 കണക്കിന് കോടി രൂപ എഴുതിയെടുക്കും. ഈ കോർപ്പറേഷൻ ഭരണ സംവിധാനം അധികാരത്തിൽ വന്ന ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, പക്വതയില്ലാത്ത കരങ്ങളിലൂടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം കടന്നു പോകുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ദിനവും വന്നു പോകുന്നത്. ഒരു 15-20 ലക്ഷം ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. അവരുടെ ജീവിതം ഒരു ദുരന്തത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവർ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. ഇന്ന് അതിൻ്റെ ദുരിതമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു സംഗതി, ഇതുപോലുള്ള നിരവധി കാനകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അധികാര പരിധിയിലുണ്ട്. അവിടെയൊക്കെ തന്നെ ചതുപ്പ് നിലം പോലെ 2-3 ആൾക്കാരുടെ പൊക്കത്തിലാണ് ഈ മാലിന്യം ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നത്. ചെറിയ കുട്ടികളൊക്കെ തന്നെ 100 കണക്കിന് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഇതിൻ്റെ കരയിലൂടെയാണ് നടന്ന് സ്കൂളുകളിൽ പോകുന്നത്. ഇവിടെ വീണു കഴിഞ്ഞാൽ കണ്ടെത്താൻ പറ്റില്ല, അവരുടെയൊക്കെ ജീവൻ അപകടത്തിലാവും. മാത്രവുമല്ല, ആശുപത്രിയിൽ നിന്നും രോഗം വന്നവരുടെയൊക്കെ തന്നെ അവശിഷ്ടങ്ങൾ ഇതിലേക്ക് ഒഴുക്കി വിടുകയാണ്. നമ്മളൊക്കെ തന്നെ ഇതിൽ ചവിട്ടിയാണ് നടക്കുന്നത്. ഡ്രെയിനേജുകളും മാൻഹോളുകളും പൊട്ടിയൊഴിക്കുകയാണ്. ഇതൊന്നും പരിഹരിക്കാനുള്ള പക്വതയോ പാകതയോ ഉള്ള രാഷ്ട്രീയ നേതൃത്വമല്ല കോർപ്പറേഷൻ ഭരിക്കുന്നത്. തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ ഉന്നത സമിതികളോ ഇടപെട്ടി ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഒരു പാവപ്പെട്ട തൊഴിലാളിയെ കാണാതായിട്ടില്ല. അദ്ദേഹത്തിന് തിരിച്ചു വരുമ്പോൾ നമുക്ക് വളരെ നന്നായിട്ട് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ വരാൻ പോകുന്ന ദിവസങ്ങളിൽ മഴ കൂടി പെയ്യുമ്പോഴേക്കും വളരെ വലിയൊരു അപകടത്തിലേക്ക് പോകും. കോർപ്പറേഷൻ മേയറൊക്കെ തന്നെ KSRTC കണ്ടക്ടറെ ചട്ടം പഠിപ്പിക്കുന്നതിന് പകരം അവർക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനാണ് നോക്കേണ്ടത്. നിലവിൽ 2 മാസത്തിന് മുമ്പേ നഗരസഭ റെയിൽവേക്ക് കത്ത് കൊടുത്തത്. ഇത് റെയിൽവേയുടെ ഭൂമിയാണ്, റെയിൽവേയാണ് മാലിന്യം നീക്കേണ്ടത് എന്നുള്ളതാണ് നഗരസഭ പറയുന്നത്. പിന്നെ എന്താണ് നഗരസഭയ്ക്ക് ഒരു പക്വതയില്ല എന്ന് പറയുന്നത്? അതായത് ഈ പറച്ചിൽ തന്നെയാണ് പക്വതയില്ലാത്തത്. ഞാൻ പറഞ്ഞല്ലോ, ഈ മാലിന്യം ഒഴുകി റെയിൽവേയുടെ കോമ്പൗണ്ടിലേക്ക് വരുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിലുള്ള ഓടകളിലൂടെ കിലോമീറ്ററുകൾ കടന്നാണ് വരുന്നത്. ഈ മാലിന്യം ഒന്ന് റെയിൽവേ റെയിൽവേയിൽ നിന്നുണ്ടാകുന്ന മാലിന്യമാണെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടാകാം, അല്ലെങ്കിൽ യാത്രയ്ക്ക് വേണ്ടി വരുന്ന ആൾക്കാർ ഉപയോഗിച്ച് കളയുന്ന എന്തെങ്കിലും സാധനങ്ങളുണ്ടാകാം. നിങ്ങൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കൂ. ഈ മാലിന്യം മുഴുവൻ ഒഴുകി വരുന്ന തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്ത് ബേക്കറി ജംഗ്ഷൻ വഴി, അല്ലെങ്കിൽ കഴക്കൂട്ടം ഭാഗത്തുനിന്ന്, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ പള്ളിപ്പുറം ഭാഗത്തു നിന്നുള്ള ഓടകളിലുള്ള വേസ്റ്റാണ് ഒഴുകി വരുന്നത്. ഇതൊക്കെ തന്നെ റെയിൽവേയുടെ ഭൂമിയാണോ? ഇപ്പം മുറിച്ചു മാറ്റപ്പെട്ട കാൽപാദങ്ങൾ ഇവിടെ കണ്ടതായിട്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുമ്പോഴേക്കും അത് ആശുപത്രിയിൽ നിന്ന് വലിച്ചെറിയുന്ന മാലിന്യമാണ്. ആശുപത്രികൾക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? ഈ അവയവങ്ങൾ വലിച്ചെറിയുന്ന, കിടക്കകൾ വലിച്ചെറിയുന്ന ആശുപത്രികൾക്കെതിരെ നടപടിയെടുക്കാത്തത് ആശുപത്രിയിൽ കോടിക്കണക്കിന് രൂപയും ഈ കോർപ്പറേഷൻ ഭരണാധികാരികൾ കൊടുക്കുന്നതുകൊണ്ടാണ്. ആശുപത്രികളിലോട് പറയണം, നിങ്ങൾ ആശുപത്രി നടത്തുമെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങളുടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകുമെന്ന് പറയണം. അത് പറയുവാനുള്ള നട്ടല്ലുറപ്പ് കാണാത്തത് പിൻവാതിലൂടെ ആശുപത്രി മാനേജ്മെന്റിൽ നിന്നും കോടിക്കണക്കിന് രൂപ വാങ്ങുന്നതുകൊണ്ടാണ്. അതാണ് പറയേണ്ടത്. റെയിൽവേ ഒരു നെറ്റ് വച്ചിരിക്കുന്നത് കൊണ്ട് ഈ വരുന്ന മാലിന്യങ്ങൾ നെറ്റിൽ തട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. അതാണ് യഥാർത്ഥ സംഭവം. അതിൽ നിന്ന് മന്ത്രി ഉൾപ്പെടെയുള്ളവർ തിരിച്ചുവിടാൻ നോക്കുകയാണ് വിഷയങ്ങൾ. അല്ല, ആ നെറ്റ് ക്രോസ് ചെയ്തിട്ട് അതിനിടയിൽ കൂടെയൊക്കെ തന്നെ റെയിൽവേയുടെ പ്രോപ്പർട്ടിയിലേക്ക് ഇത് വരികയാണ്. ഈ മാലിന്യം വരുന്നത് മുഴുവൻ ഇടുന്നതാണ്. കിലോമീറ്ററുകൾക്ക് അപ്പുറം വരുന്നതിൽ ഈ കാണുന്ന മാലിന്യം മുഴുവൻ ഇപ്പോൾ ഇത് ഇവിടെ ഒരു കോർപ്പറേഷൻ കൊണ്ടുപോകുന്നു. ഇത് കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നത് എവിടെയാണ്? ഇതിൻ്റെ അപ്പുറത്തുള്ള കാനയുടെ സൈഡിൽ വയ്ക്കും. നിങ്ങൾ ഈ കോർപ്പറേഷൻ ഇത് കൊണ്ടുപോകുന്നതിൻ്റെ പുറകിലെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഇത് കൊണ്ടുപോയിട്ട് തൊട്ടപ്പുറത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പറമ്പിൽ നിക്ഷേപിക്കും. അടുത്ത മഴ വരുമ്പോഴേക്കും ഇത് തന്നെ വലിച്ചിവിടെ തിരിച്ചിറങ്ങും. കൃത്യമായിട്ട് ഈ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു മെക്കാനിസം കൃത്യമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കുന്ന സ്മാർട്ട് സിറ്റിൻ്റെ പേരിൽ 1000 കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുത്തപ്പോൾ ഇതിനും പണമുണ്ട്. പക്ഷേ ആ പണം ചെലവഴിക്കുന്നില്ല, ആ പണം വകമാറ്റി ചെലവഴിക്കുന്നു. ഇത്രയും സംഭവം ഇവിടെ ഉണ്ടായി. റെയിൽവേയുടെ കരാർ ജീവനക്കാരനാണ് കാണാതായിരിക്കുന്നത്. 5 മണിക്കൂർ പിന്നിട്ട്. പക്ഷേ റെയിൽവേയുടെ ഒരു ഉയർന്ന ഉദ്യോഗം, 2 എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അല്ലാതെ റെയിൽവേയുടെ ഒരു ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളത് അന്വേഷിച്ചപ്പോഴേക്കും റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇടപെട്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ റെയിൽവേ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കണം.